ഗുഡ് മോർണിംഗ് മക്കളെ, എന്നാണ് വിശേഷമൊക്കെ? എല്ലാവർക്കും സുഖല്ലേ? നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് കണ്ടിന്യൂ ചെയ്യുവാണ്. നമ്മൾ സംസ് ആൻഡ് ടേംസ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. എന്താണ് ടേംസും അവരുടെ സമ്മും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഞാൻ നോക്കി ഇവിടെ കുറെ എഴുതിയിട്ടിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കല്ലേ ഇതെന്താ എഴുതിയിട്ടിരിക്കുന്നത്? 1 2 3 ആഡ് ചെയ്തിട്ടിരിക്കുകയാണോ? ഇവിടെ നോക്കിയേ, 1 + 2 + 3 3 ടേംസ് ഉണ്ട്. അതായത് അടുത്തടുത്തുള്ള സംഖ്യകളാണ്, നാച്ചുറൽ നമ്പേഴ്സ് ആണ്, എന്നുള്ള സംഖ്യകളാണ്. 1 2 3 അല്ലേ? അത് ആഡ് ചെയ്തപ്പോൾ 6, ഞാൻ 2 3 4 3 4 5 ഇത്രയാണ് കിട്ടിയത്. പിന്നെ അത് കൂടാതെ ഞാൻ 5 എണ്ണം കൂടെ ചെയ്തിട്ടുണ്ട്. അതായത് 5 നമ്പേഴ്സ് 1 2 3 4 5 3 4 ഇതെല്ലാം ആഡ് ചെയ്തിട്ടിരിക്കുകയാണ്. ഞാൻ ഒരു കാര്യം പറയാം, ഇതിൻ്റെയൊക്കെ മിഡിൽ ടേം നോക്കി. ഇത് ഇതിൻ്റെ മിഡിൽ ടേം, ഇവിടെ ഇതിൻ്റെ മിഡിൽ ടേം ആണല്ലോ. ഇത് എത്ര ടേംസ് ഉണ്ട്? 3 ടേംസ്. അതിൻ്റെ മിഡിൽ ടേമിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പം 6 കിട്ടി. ഇതിൻ്റെ മിഡിൽ ടേമിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പം 9 കിട്ടി. ഇതിൻ്റെ മിഡിൽ ടേമിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പം 12 കിട്ടി. നോക്കിക്കേ, എളുപ്പ വഴി. 3 സംഖ്യകൾ, അത് ഏത് ഭാഗമെന്നല്ല, നാച്ചുറൽ നമ്പേഴ്സ് ഇവിടെ ചെയ്തേക്കുന്നത്. അടുത്തടുത്ത സംഖ്യകൾ, കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ്. അടുത്തടുത്തുള്ള സംഖ്യകൾ 3 എണ്ണം ചെയ്തപ്പോൾ അവരുടെ മിഡിൽ ടേംസിന്റെ 3 ടൈംസ് ആണല്ലോ. ഇനി 5 നമ്പേഴ്സ് എടുത്ത് നോക്കിക്കേ. ഇവിടെ 3, 5 × 3 15, 5 × 4 20, 5 × 5 25. ഇവിടെ നോക്കിയാൽ 5 ടേംസ് എടുത്തപ്പോഴും അവരുടെ മിഡിൽ ടേംസിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ അവരുടെ സമ്മിൽ തുല്യമായിട്ട് കിട്ടി. മനസ്സിലായോ? 3 ടേംസ് അപ്പോൾ 3 ടൈംസ് ദ മിഡിൽ ടേം. 5 നമ്പേഴ്സ് എടുത്തപ്പോൾ 5 ടൈംസ് ദ മിഡിൽ ടേം. അപ്പൊ നാച്ചുറൽ നമ്പേഴ്സ് ആണെങ്കിൽ, എല്ലാ സംഖ്യകളുടെയും കാര്യമല്ല മക്കളെ പറയുന്നത്, നാച്ചുറൽ നമ്പേഴ്സ് അടുത്തടുത്ത സംഖ്യകൾ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആണെങ്കിൽ ഇവർക്കല്ലേ ഇപ്പൊ കോമൺ ഡിഫറൻസ് 1 വീതമല്ലേ, 1 വീതമാണ് കൂടി പോകുന്നത് അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ 3 നമ്പേഴ്സ് ആണ് 3 ടൈംസ് ദ മിഡിൽ ടേം ആയിരിക്കും. 5 നമ്പേഴ്സ് ആണെങ്കിൽ 5 ടൈംസ് ദ മിഡിൽ ടേം ആയിരിക്കും. അപ്പൊ ഞാൻ അതിന് വേണ്ടി കോമൺ ആയിട്ട് ഒരു ഓൾജിബ്രാക് ഫോം എഴുതാൻ പോവാണ്. എന്തിനാണ് നമ്മളിങ്ങനെ ഓൾജിബ്രാക് ഫോം കൊടുക്കുന്നത്? അതായത് ഇപ്പൊ നമ്മൾ 1 2 3 ചെറിയ സംഖ്യകൾ എഴുതിയത്, ഇപ്പൊ ഞാൻ 50യും 51ഉം 52ഉം കൂടെ ആഡ് ചെയ്താലും ഇത് ആഡ് ചെയ്യുന്നതിന്റെ സംഖ്യ ടോട്ടൽ എന്ന് പറയുന്നത് ഇവരുടെ മിഡിൽ ടേമിന്റെ 3 ടൈംസ് ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് എല്ലാത്തിനും കൂടെ കോമൺ ആയിട്ട് ഞാൻ പറയാൻ പോവാണ്. നമ്മൾ മിഡിൽ ടേമിനെ എക്സ് എന്ന് എടുത്തു. മിഡിൽ ടേം 3 ടേംസിനെ ഞാൻ ഇപ്പൊ പറയുന്നത് കേട്ടോ. മിഡിൽ ടേംസ് എക്സ് എന്ന് എടുത്താല് ഇത് സെക്കൻഡ് ടേം, മിഡിൽ ടേം. അപ്പൊ ഫസ്റ്റ് ടേം എത്രയായിരിക്കും? ഞാൻ പറയാം, ഒരു എക്സാമ്പിൾ നോക്കി. 1 2 3 മിഡിൽ ടേം എത്രയാ? 2 ആണ്. ഇതിൽ നിന്ന് 1 കുറയ്ക്കുന്നതാണ് ഫസ്റ്റ് ടേം. അപ്പൊ നമുക്ക് എന്താ എഴുതാം? എക്സ് മൈനസ് 1. മിഡിൽ ടേം എക്സിൽ നിന്ന് 1 കുറയ്ക്കുന്നതാണ് ഫസ്റ്റ് ടേം. അപ്പൊ തേർഡ് ടേം എന്നായിരിക്കും? അതിന്റെ കൂടെ മിഡിൽ ടേമിലൂടെ 1 കൂട്ടും. അപ്പൊ നമുക്ക് ഫസ്റ്റ് ടേമിനെ എക്സ് മൈനസ് 1 എന്നും മനസ്സിലായില്ല. അതെങ്ങനെ വന്നത്? മിഡിൽ ടേമിനെ എക്സ് എന്ന് എടുത്താൽ, നമ്മൾ ഈ കേസിലാട്ടോ, നാച്ചുറൽ നമ്പേഴ്സിന്റെ കേസിലാണ്, അല്ലെങ്കിൽ കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സിന്റെ കേസിലാണ് എക്സ് മൈനസ് 1 ആകും. തേർഡ് ടേം ആണെങ്കിൽ മിഡിൽ ടേമിലൂടെ 1 കൂട്ടുന്നത് എക്സ് പ്ലസ് 1. അപ്പൊ ഇത് 3 ആഡ് ചെയ്തേ. എക്സ് മൈനസ് 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് 1 3 ആഡ് ചെയ്യാണ്. എത്ര എക്സ് ഉണ്ട്? 3 എക്സ് ഉണ്ട്. 3x എന്ന് എഴുതി. ഇതുണ്ടോ? -1ഉം +1ഉം കൂടെ ക്യാൻസൽ ആയി പോകും. അപ്പൊ ആൻസർ എത്ര വരും മക്കളെ? 3 എത്രയാണ്? 3x എന്ന് വരും. മനസ്സിലായോ? അപ്പൊ നമ്മൾ പറഞ്ഞ അനുസരിച്ച് കറക്റ്റ് അല്ലേ? മിഡിൽ ടേമിന്റെ 3 കോമൺ ആയിട്ട് പറഞ്ഞപ്പോൾ നമ്മൾ മുമ്പ് ചെയ്തപ്പോൾ മിഡിൽ ടേമിന്റെ 3 ടൈംസ് ആണെന്ന് പറഞ്ഞു. ശരിയാണത്. 3 ടൈംസ് എക്സ്. ഇനി ഇത് 5 നമ്പേഴ്സ് ആണെങ്കിലോ, 5 നമ്പേഴ്സിനെ ഞാൻ എക്സ് എന്ന് എടുത്തു മിഡിൽ ടേമിന്. അപ്പൊ അത് എത്ര സംഖ്യയാണ്? എക്സാമ്പിൾ കാണിക്കാവേ. 2 3 4 5 6 ഇതിനെ ഞാൻ എക്സ് എന്ന് എടുത്തെങ്കിൽ ഈ 3 എത്രയാണ്? എക്സിനകത്തുനിന്ന് 1 കുറയ്ക്കുകയാണ്. അപ്പൊ എന്നാ എഴുതാം? എക്സ് മൈനസ് 1. ഫസ്റ്റ് ടേം 2 എന്ന് പറഞ്ഞാൽ 4 ഇത് 2 കുറയ്ക്കുന്ന. അപ്പൊ ഞാൻ എന്നാ എഴുതും? എക്സ് മൈനസ് 2. അപ്പം ഫോർത്ത് ടേമിന് എന്നാ എഴുതും? എക്സിന്റെ കൂടെ മിഡിൽ ടേമിന്റെ കൂടെ 1 കൂട്ടുന്നത്. അതുപോലെ ഫിഫ്ത്ത് ടേം എന്ന് പറഞ്ഞാൽ എക്സിന്റെ കൂടെ 2 കൂട്ടും. 4 2 കൂട്ടുന്ന ആണ് 6. അപ്പൊ ഞാൻ ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് നോക്കട്ടെ. ആദ്യം എത്ര? എക്സ് മൈനസ് 2 എക്സ് മൈനസ് 1 പ്ലസ് എക്സ് എക്സ് പ്ലസ് 1 പ്ലസ് എക്സ് പ്ലസ് 2. എത്ര എക്സ് ഉണ്ട്? 5x ഉണ്ട്. അതുകൊണ്ട് ഞാൻ 5x എന്ന് എഴുതി. ഇതുണ്ടോ? -2 +2 ക്യാൻസൽ ആയി. ഒരേ ടേംസ് ആണ്, ഓപ്പോസിറ്റ് സൈൻ. -1 +1. അപ്പൊ ആൻസർ എത്രയാണ്? 5x. അപ്പൊ അവർ പറഞ്ഞത് കറക്റ്റ് ആയില്ലേ മക്കളെ? കണ്ടോ? 3 ടേംസ് ആണെങ്കിൽ 3 ടൈംസ് ദി
മിഡിൽ ടേം 5 നമ്പേഴ്സ് ആണ് ആഡ് ചെയ്യുന്നത്. കോൺസിക്യൂട്ടീവ്, അത് ശ്രദ്ധിക്കണേ. കോൺസിക്യൂട്ടീവ് അടുത്തടുത്ത സംഖ്യ, തോന്നുന്ന സംഖ്യകളല്ല. ഇപ്പൊ 1, 2, പിന്നെ 5, പിന്നെ 10 ഇങ്ങനെയൊക്കെ ആഡ് ചെയ്യാൻ വന്നിട്ട് അങ്ങനെ പറഞ്ഞാൽ ശരിയാകത്തില്ല. കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഇനി ഇവർക്ക് മാത്രമേ ഉള്ളൂ, ഈ അടുത്തടുത്തുള്ള സംഖ്യകൾക്ക് മാത്രമേ ഉള്ളൂ, വേറെ സംഖ്യകൾക്കുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഞാൻ 2, 4, 6, 4 + 6 + 8, 6 + 8 + 10 ഇതൊന്ന് ആഡ് ചെയ്ത് നോക്കി. ഇതിപ്പോൾ അല്ലേ ഇരട്ട സംഖ്യകളാണ് അല്ലേ, 2, 4, 6 ഈവൻ നമ്പേഴ്സ്, 4, 6, 8 അല്ലേ. ആഡ് ചെയ്ത് നോക്കി. 12, 18, 24. ഇവിടെ നോക്കി, മിഡിൽ ടേംസിൽ 3 ടൈംസ് അല്ലേ. 4 × 3 ആണ് 12, 6 × 3 ആണ് 18, 8 × 3 ആണ് 24. അപ്പം അടുത്തടുത്തുള്ള സംഖ്യകൾ തന്നെ വേണമെന്നില്ല. നമ്മളൊരു കാര്യം പറഞ്ഞു, എന്ത് പറഞ്ഞാൽ മതി, ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആയാൽ മതി. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. വാട്ട് ഈസ് അരിത്തമെറ്റിക് സീക്വൻസ്? അരിത്തമെറ്റിക് സീക്വൻസ് ഹാസ് എ ഡെഫിനിറ്റ് കോമൺ ഡിഫറൻസ്. ഒരു കോമൺ ഡിഫറൻസ് ഉണ്ട് അല്ലേ. ഇവിടെ എത്ര കോമൺ ഡിഫറൻസ്? 2, 2. അപ്പൊ നമുക്ക് 135 എഴുതാം. അതായത് നമ്മുടെ ഓഡ് നമ്പേഴ്സ് 135 ഇങ്ങനെ എഴുതിയാലും സെയിം തന്നെയായിരിക്കും കിട്ടുന്നത്. അപ്പം നമുക്ക് മനസ്സിലായി, നാച്ചുറൽ നമ്പേഴ്സിന് മാത്രമല്ല, ഓഡ് നമ്പേഴ്സ് ഏതാണോ ഒറ്റ സംഖ്യകളോ ഇരട്ട സംഖ്യകളോ അവർക്ക് മാത്രമല്ല, അടുത്തടുത്തുള്ള ഒറ്റ സംഖ്യകളോ ഇരട്ട സംഖ്യകൾ എന്നല്ല, അടുത്തടുത്തുള്ള നാച്ചുറൽ നമ്പേഴ്സിന് മാത്രമല്ല, ഒരു കോമൺ ഡിഫറൻസ് ഉള്ള ഏത് അരിത്തമെറ്റിക് സീക്വൻസിലും നമുക്ക് എന്ത് എഴുതാം? അതിന്റെ 3 ടേംസ് ആണെങ്കിൽ 3 ടൈംസ് ദി മിഡിൽ ടേം ആയിരിക്കും. 5 നമ്പേഴ്സ് ആഡ് ചെയ്യുന്നെങ്കിൽ 5 ടൈംസ് ദി മിഡിൽ ടേം ആയിരിക്കും. അപ്പൊ ഇതിന് നമുക്ക് ഒരു ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ഉണ്ടാക്കണ്ടേ. ഞാനിപ്പോ 3 നമ്പേഴ്സിന്റെ എടുക്കുന്നത് കേട്ടോ. അപ്പൊ മിഡിൽ ടേമിനെ ഞാൻ എക്സ് എന്ന് എടുത്തു. ഇവിടെ ഞാൻ കോമൺ ഡിഫറൻസ് കൊടുക്കുന്നത് y ആണ്. അപ്പൊ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് കോമൺ ഡിഫറൻസ് കുറയ്ക്കുന്നതും, തേർഡ് ടേം എന്ന് പറഞ്ഞാൽ മിഡിൽ ടേമിന്റെ കൂടെ കോമൺ ഡിഫറൻസ് കൂട്ടുന്നതുമായിരിക്കും. നമ്മൾ കോമൺ ഡിഫറൻസ് നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ കോമൺ ഡിഫറൻസ് കുറച്ച് പോവുക, റൈറ്റിലോട്ട് പോകുമ്പോൾ കോമൺ ഡിഫറൻസ് കൂട്ടി പോവുക. അപ്പൊ ഇവിടെ നമ്മൾ മിഡിൽ ടേം എക്സ് എടുത്താൽ കോമൺ ഡിഫറൻസ് ആണ്. നമ്മൾ എത്രയും എടുത്തു? നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് ഉണ്ടാക്കുമല്ലേ, ഓൾജിബ്ര പറയുമല്ലേ. അപ്പൊ നമുക്ക് എക്സും വൈ ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ കോമൺ ഡിഫറൻസ് y എന്ന് എടുത്തെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ടേം എന്നായിരിക്കും? സെക്കൻഡ് ടേമിൽ നിന്ന് കോമൺ ഡിഫറൻസ് കുറയ്ക്കുന്നതും, തേർഡ് ടേം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടേമിൽ നിന്ന് കോമൺ ഡിഫറൻസ് കൂട്ടുന്നത്. അപ്പൊ ഇത് മൂന്നും കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കിയാൽ x - y-യും, സെക്കൻഡ് ടേം എക്സ്, തേർഡ് ടേം x + y. ഇവിടെ എല്ലാം x ഉണ്ട്, 3x ഉണ്ട്. അപ്പൊ 3x ആഡ് ചെയ്തു. ഇതുണ്ടോ? -y + y ക്യാൻസൽ ആയി. ആൻസർ എത്രയാണ്? 3x. ഒരു പറഞ്ഞ കറക്റ്റ് അല്ലേ? 3 ടൈംസ് ദ മിഡിൽ ടേം. അപ്പൊ നമുക്ക് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിന് മാത്രമാണോ? അതായത് 1, 2, 3 അല്ലെ 2, 3, 4, 5 അതിന് മാത്രമാണോ? അല്ല. അരിത്തമെറ്റിക് സീക്വൻസ് കോമൺ ഡിഫറൻസ് ഉള്ള എന്തിനും ഈ പ്രോപ്പർട്ടി ബാധകമാണ്. ഏത്? 3 നമ്പേഴ്സ് ആണെങ്കിൽ 3 ടൈംസ് മിഡിൽ ടേം അവരുടെ സമ്മ്. 5 നമ്പേഴ്സിന്റെ സം ആണെങ്കിൽ 5 ടൈംസ് ദ മിഡിൽ ടേം. ഇനി 7 നമ്പേഴ്സ് ആണ് 7 ടൈംസ് ദ മിഡിൽ ടേം. ഇപ്പൊ നമ്മൾ നോക്കിയതിനകത്തൊക്കെ 3, 5, 7 എന്തുകൊണ്ട് 1 + 2 + 3 + 4 ഇതിനുണ്ടോ? ഇല്ല. ഇങ്ങനെയുള്ളതിന് ആപ്ലിക്കേഷൻ അല്ല. 4 ടേം ആണ്. ഇതിനൊരു മിഡിൽ ടേം ഉണ്ടോ? ഇല്ല കേട്ടോ. 5 ടേംസ് എടുക്കുമ്പോൾ നമുക്ക് മിഡിൽ ഒരു ടേം ഉണ്ട്, 3 ടേംസ് എടുക്കുമ്പോൾ മിഡിൽ ടേം ഉണ്ട്. അപ്പം മിഡിൽ ടേം വരുന്നതിന് മാത്രമാണ് കേട്ടോ. അതായത് നമ്മുടെ ഓഡ് നമ്പേഴ്സ് ആയിട്ട് എണ്ണം വരുന്നതിന് മാത്രമാണ് ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ 3 ടൈംസ് അങ്ങനെ ആപ്ലിക്കേഷൻ വരുന്നത്. അപ്പം നമുക്ക് ഇതിൽ നിന്ന് വേറൊരു കാര്യം കൂടെ നമുക്ക് പറയാം. ഇപ്പൊ നമ്മൾ പറഞ്ഞ സം എന്ന് പറഞ്ഞാല് 3 ടൈംസ് ദി 3 നമ്പേഴ്സ് ആണ് 3 ടൈംസ് ദ മിഡിൽ ടേം എന്നാണ്. ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ. സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് സം 12 ആണെന്ന്. 3 ടേംസിന്റെ ഫസ്റ്റ് 3 ടേംസ് എന്നാണ്. ഏതോ അറിയില്ല, ഏതോ ഫസ്റ്റ് 3 ടേംസ് അടുത്തടുത്തുള്ള 3 ടേംസിന്റെ സം 12 ആണെന്ന് നമുക്ക് ഈ സീക്വൻസ് കണ്ടുപിടിക്കാം. സീക്വൻസ് കണ്ടുപിടിക്കാൻ പറ്റില്ല, മിഡിൽ ടേം കണ്ടുപിടിക്കാം. മിഡിൽ ടേം എന്ത് ചെയ്താൽ മതി? 12 ഡിവൈഡഡ് ബൈ 3. അപ്പൊ എത്രയായിരിക്കും മിഡിൽ ടേം? മിഡിൽ ടേം എത്ര വരും? 4 ആണോ? നോക്കി, നമുക്കറിയാം 3 നമ്പേഴ്സ് ഉണ്ടെങ്കിൽ 1, 2, 3 അടുപ്പിച്ച് 3 നമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ എന്നാ പറഞ്ഞത്? ഇവിടെ 3 ടൈംസ് മിഡിൽ ടേമിന്റെ 3 ടൈംസ് ആണെന്ന്. സമ്മ് 3 ടൈംസ് മിഡിൽ ടേം ആണ്
സമ്മ്. അങ്ങനെയാണെങ്കിൽ മിഡിൽ ടേം കണ്ടുപിടിക്കാൻ എന്നാ ചെയ്താൽ മതി? സമ്മിനെ 3 കൊണ്ട് എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ മതി. ഇപ്പൊ നമുക്ക് 2 കാര്യം കിട്ടി. അപ്പൊ 5 നമ്പേഴ്സ് ആണെങ്കിലോ സമ്മിനെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? 5 കൊണ്ട്. അപ്പൊ മിഡിൽ ടേം കിട്ടും. പിന്നെ ഇവിടെ നമുക്ക് സീക്വൻസ് കണ്ടുപിടിക്കാം. കാരണം അടുത്തടുത്തുള്ള സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 3 ടേംസ് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആണ്. അപ്പം മിഡിൽ ടേം 4 ആണ്. മിഡിൽ ടേം 4. ഫസ്റ്റ് നമ്പർ എത്രയായിരിക്കും? നമ്മൾ പറഞ്ഞ അനുസരിച്ച് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ മിഡിലിൽ നിന്ന് 1 കുറയ്ക്കുക. അപ്പൊ എത്ര വരും? 3 ആണോ? ഇനി തേർഡ് ടേം എന്ന് പറഞ്ഞാൽ മിഡിലിന്റെ കൂടെ 1 കൂട്ടുക. അപ്പൊ എത്ര വരും? 4 + 1 5. ഇത് നമ്മൾ ആഡ് ചെയ്തേ 7 12 അല്ലേ? കണ്ടോ? കറക്റ്റ് കിട്ടിയത് കൊണ്ട് നമ്മൾ സീക്വൻസ്. അപ്പൊ നമുക്ക് ഈ നമ്പേഴ്സ് ഈ അരിത്തമെറ്റിക് സീക്വൻസ് കിട്ടി. ഈ നമ്പർ സീക്വൻസ് ഏതാണ്? 3 4 5 ആയിരിക്കും. ഇതൊരു പ്രോബ്ലമാണ്. ഇതുപോലത്തെ പ്രോബ്ലംസ് വരും. മനസ്സിലായില്ലേ മക്കളെ? കണ്ടോ? സമ്മ് തന്നാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? മിഡിൽ ടേം കണ്ടുപിടിക്കാം. എത്ര ടേംസ് ഉണ്ടെന്ന് അറിയണം. സമ്മ് 3 ടേംസിന്റെ സമ്മ് ആയതുകൊണ്ട് അതിന്റെ മിഡിൽ ടേം കണ്ടുപിടിച്ചു. എങ്ങനെ ചെയ്താൽ മതി? സമ്മിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അതിൽ നിന്ന് 1 കുറച്ചാലായിരിക്കും തൊട്ട് മുമ്പുള്ള സംഖ്യ, 1 കൂട്ടിയാൽ തൊട്ടടുത്തുള്ള സംഖ്യ. ഞാനിത് എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ, വെറുതെ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് ഇതിന്റെ കൂടുതൽ പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ മക്കളെ, താങ്ക് യു.